വിവാദ ഫോൺ സംഭാഷണം പുറത്തായതിനെ തുടർന്ന് പാലോട് രവി രാജിവെച്ച ഒഴിവിലേക്ക് പുതിയ DCC പ്രസിഡന്റിനെ കണ്ടെത്താൻ കോൺഗ്രസിൽ ആലോചനകൾ തുടങ്ങിയിട്ടുണ്ട്. പുനഃസംഘടന വരെ ചുമതല മറ്റ് നേതാക്കൾക്ക് കൈമാറാനാണ് തീരുമാനം. വിൻസെന്റ് MLA പേരിനാണ് മുൻതൂക്കമുള്ളത്. അതുപോലെ തന്നെ ചെമ്പഴന്തി അനിൽ, മണക്കാട് സുരേഷ് എന്നിവരെയും പരിഗണിക്കുന്നുണ്ട്. വിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. വിജിൻ, കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പാലോട് രവിയുടെ ഫോൺ സംഭാഷണം, അതിന് പിന്നാലെയുള്ള രാജി, ഇപ്പോൾ DCC പ്രസിഡന്റ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാളെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. അത് പുനഃസംഘടനയോടനുബന്ധിച്ച് മാത്രമേ ഉണ്ടാകൂ എന്നാണോ? അമൃത, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. എന്തായാലും ഇന്നലെ KPCC അധ്യക്ഷൻ നേരിട്ട് രാജി ആവശ്യപ്പെട്ട് വാങ്ങുകയായിരുന്നു പാലോട് രവിയിൽ നിന്ന് എന്നുള്ളതാണ്. ഇപ്പോൾ പാലോട് രവിയുടെ വീടിനടുത്താണ്. പക്ഷേ രാജിവെച്ചതിന് ശേഷം അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. എന്തായാലും ഇത് വലിയ വിവാദമായി കോൺഗ്രസിൽ പുതിയൊരു വിവാദമായി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പലതവണ പല വിവാദങ്ങളിലും പാലോട് രവി പെട്ടിരുന്നു. നേരത്തെ ഒരു തവണ രാജിക്കത്ത് സമർപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് പക്ഷേ രാജി സ്വീകരിച്ചിരുന്നില്ല. എന്തായാലും ഇത് കുറച്ചുകൂടി കടുത്ത അത്തരം ഒരു പരാമർശം ഒരു ഫോൺ സംഭാഷണത്തിൽ ആയാലും പുറത്തു വന്നത് അത് കുറച്ചുകൂടി കടുത്തതാണ് എന്നുള്ളതാണ്. വാമനപുരം ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജലീലാണ് ഈ ഫോൺ സംഭാഷണം പുറത്തുവിടുകയും ചെയ്ത് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാജി KPCC അധ്യക്ഷൻ അംഗീകരിച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായും താൽക്കാലിക പ്രസിഡന്റിനെ എങ്കിലും വെക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അത് വിൻസെന്റ് ആയിരിക്കും എന്നുള്ള ഒരു സൂചനകളാണ് നിലവിൽ നൽകുന്നത്. എന്തായാലും പുനഃസംഘടന അടുത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ. അങ്ങനെയെങ്കിൽ പുനഃസംഘടനയിലായിരിക്കും ഒരു സ്ഥിരം പ്രസിഡന്റിനെ കണ്ടെത്തുക. ഒരുപക്ഷെ ചെമ്പഴന്തി അനിലോ അല്ലെങ്കിൽ മണക്കാട് സുരേഷോ പ്രസിഡന്റായി വരാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ, അങ്ങനെ ഒരു സ്ഥിരം പ്രസിഡന്റായി വരാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ നോക്കിയായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും പാലോട് രവിയുടെ ഈ പരാമർശം അത് സർക്കാരിന് അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലാണ് നിലവിൽ ഇടതുപക്ഷമൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മുതിർന്ന നേതാവ്, ഒരു ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഒരാൾ ഇങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽവിയാണ് കോൺഗ്രസിന് ഉണ്ടാവുക എന്ന നിരീക്ഷണം നടത്തുകയൊക്കെ ചെയ്യുന്നത് കൂടുതൽ കടുത്ത തരത്തിലുള്ളൊരു പരാമർശം ആയിപ്പോയി എന്നുള്ള വിലയിരുത്തലാണ് കോൺഗ്രസിന് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ രാജി വാങ്ങാനുള്ളൊരു കാര്യവും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിലവിൽ എന്ത് പ്രതികരണം പാലോട് രവിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് ഇനി ആകാംക്ഷയോടെ നോക്കുന്നത്. കാരണം രാജിവെച്ചതിന് ശേഷം നേരത്തെ അദ്ദേഹം പ്രതികരിച്ചത് താൻ ഒരു സദുദ്ദേശത്തോടു കൂടിയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്നായിരുന്നു. ഇനി രാജിവെച്ച സ്ഥിതിക്ക് അദ്ദേഹം ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് അറിയാനുള്ളത്. അമൃത. ശരി, വിജിൻ വായാന്തോടാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഏതായാലും പുനഃസംഘടനയോട് അടുപ്പിച്ച് മാത്രമേ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കേണ്ടതുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. അതുവരെ താൽക്കാലിക ചുമതല മുതിർന്ന നേതാക്കൾക്ക് നൽകാനാണ് തീരുമാനം.